ഇന്ന് നമുക്ക് ബസുമതി റൈസ് വെച്ചിട്ട് നല്ലൊരു മസാല ചോറുണ്ടാക്കിയാലോ. ഇതിന് വേണ്ടി ഞാൻ 2.5 ഗ്ലാസ് ബസുമതി റൈസാണ് എടുത്തത്. ഇത് നമുക്കൊരു അരമണിക്കൂർ കുതിർത്ത് വെക്കാനുള്ളതാണ്. ഇതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് വെള്ളം ചേർത്ത് ഒരു അരമണിക്കൂർ നമുക്ക് അടച്ചു വെക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാനുള്ളതാണ്. ഒന്ന് നല്ലോണം കഴുകിയതിന് ശേഷമാണ് കുറച്ച് ഉപ്പെല്ലാം നമുക്ക് ആദ്യം നമ്മൾ ചോറൊക്കെ വേവിച്ചെടുക്കുന്നില്ലേ അതുപോലെ വേവിച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് മല്ലിയില, കറിവേപ്പില, 5-6 പച്ചമുളക്, ചെറിയ പീസ് ഇഞ്ചി, പിന്നെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇത് മിക്സിൻ്റെ ജാറിലിട്ട് നന്നായി അരച്ചെടുക്കാനുള്ളതാണ്. പിന്നെ ഒരു പാൻ വെച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് ഓയിലോ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇത് 250 ഗ്രാം ചിക്കനാണ്. ഇതിലേക്ക് മുളക് പൊടിയും ഉപ്പും മഞ്ഞളും മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. ഇപ്പം നമ്മുടെ ബസുമതി റൈസ് നല്ലോണം വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളമൊക്കെ മാറ്റി നമുക്കൊരു പാത്രത്തിലേക്ക് ആദ്യം ഇതുപോലെ മാറ്റി വെക്കാം. ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതൊക്കെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. മാറ്റി വെക്കുന്ന സമയത്ത് നമ്മൾ ഈ ഫ്രൈ ചെയ്തെടുത്ത ഓയിൽ നമുക്ക് ആവശ്യമുണ്ട്. എല്ലാം നമുക്ക് മാറ്റി വെക്കാം. അതിനുശേഷം നമ്മൾ കുറച്ച് വലിപ്പമുള്ള പാൻ വെച്ചതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ഓയിലും ഇതിലേക്ക് 3 ടേബിൾ സ്പൂണ് നെയ്യാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം 3 ഉള്ളി കട്ട് ചെയ്തത് നമുക്കിതുപോലെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചേർക്കുന്നതിന് മുന്നായിട്ട് ഒന്ന് ചെറുതായിട്ട് നമുക്കിതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുത്തതിന് ശേഷം ബാക്കിയുള്ള മസാലകളെല്ലാം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണേ ഈ സമയത്ത്. ഇതിലേക്ക് ഒരു വലിപ്പമുള്ള തക്കാളിയാണ്, അത് ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. പിന്നെ പകുതി ക്യാപ്സിക്കം മുളക് കട്ട് ചെയ്തതും നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വഴറ്റിയെടുക്കാനുള്ളതാണ്. ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമ്മളെ മസാലകളൊക്കെ നല്ലോണം വഴഞ്ഞ് കിട്ടണമല്ലോ, അതുവരെ വഴറ്റിയെടുക്കാം. കുറച്ച് സമയം നമുക്കിത് വേണമെങ്കിൽ അടച്ചു വെക്കാം കേട്ടോ. അതിന് മുമ്പായിട്ട് നമുക്ക് ഒരു ചെറുനാരങ്ങ നീരാണ് ഇതുപോലെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആ സമയത്ത് ചെറുനാരങ്ങൻ്റെ കുരുവൊന്നും ആവാണ്ട് ശ്രദ്ധിക്കണേ. ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല പൗഡറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നമുക്ക് കുറച്ച് സമയം അടച്ചു വെക്കാം. ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. നമ്മളെ മസാലയിലെല്ലാം നല്ലോണം ആകുന്ന രൂപത്തിൽ തന്നെ മിക്സാക്കി എടുക്കണേ. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ച ബസുമതിൻ്റെ ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്കിതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. സംഭവം അടിപൊളിയാണ് കേട്ടോ. എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മൾ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ ടിഫിൻ ബോക്സിലൊക്കെ ആക്കി കൊടുക്കാനും അടിപൊളിയാണ്. കൂടാതെ തന്നെ നമുക്ക് ഉച്ചയ്ക്ക് നല്ല ചൂടോട് കൂടി കഴിക്കാനും ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അങ്ങനെ നമ്മൾ അടിപൊളി മസാല ചോറ് റെഡിയായി കേട്ടോ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ഇതുപോലുള്ള നല്ല വെറൈറ്റി റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം.